പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് രണ്ടാക്കുള്ള ഇത് പോരെ. അല്ല ഉണ്ടെങ്കിൽ ബാറ്റർ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ കളിയാക്കാം. നമ്മളത് മതിയില്ലേ, ഒരു പിഞ്ച് ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിക്ക്. പിന്നെ അങ്ങനെ ഉണ്ടോ? അതിങ്ങനെ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം അല്ലേ? അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കോളാക്കണം നന്നാക്കണമൊക്കെ നിങ്ങളെ കഴിവാ. ശരി, മനസ്സിലായോ? അപ്പം എനക്കിത് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഒരപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ കുടുങ്ങിക്കണം. എപ്പോൾ നോക്കിയാലും അപ്പായിരിക്കും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈസിയുള്ളതൊന്നും പറ്റില്ല അല്ലേ? മൈദ, അരിപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇതിൽ വേറെ സാധനം എന്ത് ഇതിൽ ഇനി കൊത്തി അരിഞ്ഞ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ചിരകിയിട്ട് ചീവും എല്ലാം വളരെ ചെറുതായിട്ട് അതും. ഇവിടെ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് ക്യാരറ്റ് വാങ്ങാൻ. പിന്നെ മല്ലിച്ചപ്പിനോ? മല്ലിച്ചപ്പിന് എങ്ങടെ പോണ്? മല്ലിച്ചപ്പം ലത ചേച്ചിനോട് ചോദിച്ചാൽ മതി. എനിക്കൊന്നും വയ്യട്ടോ. വേണ്ട, ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കോട്ടെ. പിന്നെ അപ്പോൾ ആൾക്കാർ വിചാരിച്ച് നമ്മളെന്ത് കാര്യം അങ്ങനെ അടുത്തുനിന്ന് വാങ്ങാനെന്ന്. നമ്മളെല്ലാതും ഇതേപോലെ അടുത്തുനിന്ന് വാങ്ങലാണെന്ന് വിചാരിച്ചെന്ന്. ആയിക്കോട്ടെ, വിചാരിക്കണേനിപ്പോ കായൊന്നും ചെറുതാക്കണ്ടോ. അത് ശരിയല്ലേ? കാഴ്ചപ്പാടുകളാണ് പ്രശ്നം, കാഴ്ചയല്ല. അപ്പോൾ ഇതിങ്ങനെയായി. ഇനി ഇതിലെന്താ ചെയ്യണ്ടേ? ഇതിലൊന്നും ചെയ്യാൻ അപ്പം ടേസ്റ്റ് ഉണ്ടാകൂ. അത് കൊടുക്കണം. ഇതിന്റെ കൂടെ എന്താ കഴിക്കാൻ വേണ്ടേക്കാ? ഇത് ഉണ്ടാക്കുമ്പോ നെയ്യിലാണോ ഇത് ചുട്ടെടുക്കുക? വെളിച്ചെണ്ണ തട്ടിയിട്ട് ചുട്. പക്ഷെ ഞാനൊക്കെ ഉണ്ടാക്കുമ്പോ എന്താ ചെയ്യല്ല, അത് എനിക്ക് ഇത് ചുടാൻ സമയത്ത് ഒരു മുട്ടയും ലേശം എണ്ണ ഇതിലേക്ക് ഒഴിക്കും. അപ്പൊ പിന്നെ ചട്ടിയിൽ എണ്ണ വരട്ടണ്ട. ബുദ്ധിക്കനുസരിച്ച് ചെയ്യാം. ആദ്യം മൈദ ഇടാം. നമ്മൾ ആദ്യം അരിപ്പൊടിയിലിട്ട്, ഇനി വേറെ ആൾക്ക് ആദ്യം വേണമെങ്കിൽ മൈദ ഇടാം, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഈ അപ്പത്തിന്റെ പേരുണ്ടോ ഇതിനോ? എന്താ? ഇത് ഈ മടിച്ചി പെണ്ണുങ്ങൾക്ക്, മടിച്ചി ഭാര്യമാരുണ്ടാവുമല്ലോ, പെണ്ണുങ്ങൾ ഓർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈയാണ്. കാരണം എന്നിട്ട് ഇത്രയും റിസ്ക് എടുക്കണം. അല്ല, ഇഞ്ചി നന്നാക്കണം. എന്തറിയോ, ഇങ്ങനെ എന്തേലും ഉണ്ടായി കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചാല് 5:30 ടൈം അമ്പലത്തില്ലാതെ പട്ടിണി നടക്കണ്ടല്ലോ ചേട്ടാ. എന്തെങ്കിലും ഉണ്ടാക്കി തരില്ല. അപ്പൊ ഇങ്ങനെ ഓക്കെ, ഇനി അതൊരു മണിക്കൂർ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, എന്നായിക്കോട്ടെ, ശരി. ഇതാക്കിക്കളി. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണല്ലേ? കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്യേ, കുഞ്ഞേതാക്കിയിട്ടാക്കാം. ഓക്കെ, അത് കട്ട് ചെയ്തിട്ട് മാഷാല്ലാ തിന്നായിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ ഇട്ട് കൊടുക്കുക അല്ലേ അക്ക? നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ടല്ലേ അതിട്ടതുകൊണ്ടാ. മല്ലിച്ചപ്പിൻ്റെ നല്ല മണം, മാഷാല്ലാ. ഫ്രഷ് സാധനം ആയതുകൊണ്ടാ. അത് നിങ്ങൾ തിന്നായിട്ട് അരിഞ്ഞുകൊണ്ടോ. ഒരു മുട്ട അതാ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? ബാറ്ററിൻ്റെ ഇതൊന്ന് കാണിച്ചു നോക്കാം. പരിഭം അങ്ങനെയാണോ?
നമ്മളെ സാധാരണ ഇതുള്ള പോലെ. ഈ അപ്പത്തിന്റെ പേര് കാക്ക അറിയാക്ക? ദോപ്പ. എന്നാ പറയണ്ടേ? ദോശയല്ല അപ്പുമല്ലാത്ത. നിങ്ങളിട്ട വേറൊന്നല്ലല്ലോ പിന്നെ എൻ്റെ അമ്മായിട്ട വേറെ. ദോശയല്ല അപ്പുമല്ല, അതാണ് ദോപ്പ. സത്യം പറയാ നിങ്ങളിട്ട ആണോ? പിന്നെ ഞാൻ തന്നെ നന്നായി മനസ്സന്മാരോട് അങ്ങനെ തന്നെയാണ് ഫുഡുകൾ ഉണ്ടാകണത്. കുറച്ചുകൂടി ഉപ്പിടാ. എനിക്ക് വെച്ച എപ്പോഴും നമ്മളെ പേരിൽ കുറെ ഫുഡുകൾ ഉണ്ടാവണം. അത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കല്. ശരി, നമ്മളായിട്ട് ഉണ്ടാക്കണല്ലേ. ഇനി നമ്മളെ ചാനലിലൂടെ അവർക്ക് അപ്പൊ ഇനിയിപ്പോ ഇത് ചില ആൾക്കാർ ഹോട്ടലിൽ കൂടെ ഒക്കെ തെരഞ്ഞു നടക്കും ദോപ്പുണ്ടോ വെച്ചിട്ട്. അപ്പൊ ഹോട്ടലിൽ ഒരു പോടാ അവിടെ നിന്ന് ദോപ്പ ഞങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ല അറിയും. അപ്പോൾ മനസ്സിലായത്, അതാണ് ദോപ്പ. അപ്പം നമ്മളിത് അവിടെ ചട്ടി വെക്കാക്ക. നമ്മൾ വലിയ തവിയുണ്ടോ വെക്ക? യൂട്യൂബ് ഫോണിലില്ലേ തവിയുടെ വലിപ്പം മനസ്സിലാവണില്ല കേട്ടോ. വലിയ തവിയാണ് കേട്ടോ അത്. നമ്മൾ അതൊന്നും പറ്റൂലക്ക. ചെറിയ അപ്പാണല്ലേ അത്. പക്ഷെ ചുട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടച്ചു വെക്കുക. ആദ്യത്തെ ഒരു ദോശ ഇങ്ങനെയൊക്കെ വരും, പിന്നെ നല്ല ക്ലിയർ ആവും. അതെല്ലേ, അത് പിന്നെ അതിൻ്റെ ഇത് അങ്ങനെയാണല്ലേ. നല്ലപോലെ വേവിച്ചെടുക്കണല്ലേ. നല്ല മൊരിഞ്ഞ കളറിൽ കിട്ടണം. അതിൻ്റെ ഒരു ഭംഗി. കുറച്ച് തീക്ക് കൂട്ടിയേക്കണം. അങ്ങനെ കട്ടൻ ചായ മതിയില്ലേ? വേറെ ഒന്നും വേണമെന്നില്ല അല്ലേ? കറി വേണമെന്നില്ല, കറി ഉണ്ടെങ്കിൽ നന്നാവും. കറി പൊട്ടിക്കുക, ഒന്ന് മറിച്ചിടി. ഇതൊക്കെ എടുത്താൽ മതി. മറിച്ചിട്ട് കൊടുത്തു. ആദ്യത്തെ ഒരു ദോശ ഇങ്ങനെയൊക്കെ വരും, പിന്നെ നല്ല ക്ലിയർ ആവും. അതെല്ലേ, അത് പിന്നെ അതിൻ്റെ ഇത് അങ്ങനെയാണല്ലേ. നല്ലപോലെ വേവിച്ചെടുക്കണല്ലേ. നല്ല മൊരിഞ്ഞ കളറിൽ കിട്ടണം. അതിൻ്റെ ഒരു ഭംഗി. കുറച്ച് തീക്ക് കൂട്ടിയില്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ട ഒരു ദോശ തന്നെ. നിങ്ങൾക്ക് ഇത് എവിടുന്നാ പടിഞ്ഞ് വെക്കാം? ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് എവിടുന്നാ പടിഞ്ഞ്? യൂറോപ്യൻ എനിക്കറിയാത്ത പലതും എനിക്കറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി വേണ്ട കേട്ടോ. ഞാൻ അത്ര എത്തിയ നല്ല ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവമാട്ടോ അതിൽ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണത്. കാക്കക്ക് ചായ ഉണ്ടാക്കി തരണേക്കാം. തിന്നോളി, ചൂട് കൊടുക്കണേ. സമയത്തില്ലല്ലേ ഞങ്ങൾക്ക് തിന്നണ്ടേ. ഇത് കാണിച്ചു കൊടുക്കണ്ടേ? 2-3 ചുട്ടിട്ട് അപ്പം ഞാൻ തിന്നേനു കേട്ടോ. ഒന്ന് ചുട്ടെടുക്കണം, ഒന്ന് ചട്ടിയിലുണ്ട്. ബാറ്റർ ചുറ്റിങ്ങനെ ഇടുകയാണ് കേട്ടോ. ഊത്തപ്പം ഇങ്ങനെയല്ലേ ഒക്കെ ഉണ്ടാക്കുക? അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ഇടുക അല്ലേ? ആണോ? നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. ഊത്തപ്പോ എൻ്റെതായ ചില പൊടിക്കൈകൾ കാക്കത് ഞാൻ തിന്നാണ്. വീഡിയോ എടുത്താൽ മതി. ഇല്ല, നല്ലപോലെ വൃത്തിക്ക് ഉണ്ടാക്കും. അങ്ങനെ വേണമല്ലേ? ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.